ഹാപ്പി ന്യൂ ഇയർ. പുതുവത്സര ദിനത്തിൽ നമ്മളെല്ലാം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് നല്ല വർത്തമാനങ്ങളാണ്. സുഹൃത്തുക്കളോടും ബന്ധുക്കളോടുമെല്ലാം ആശംസകൾ നേരാനും സൗഹൃദം പുതുക്കാനുമുള്ള ദിവസം. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ ദിനത്തിലും അത്ര സുഖകരമല്ലാത്ത വാർത്തകൾ കേട്ടു. ന്യൂ ഇയർ ആശംസ നേരാത്തതിൻ്റെ പേരിൽ തൃശ്ശൂരിൽ യുവാവിനെ കുത്തിവീഴ്ത്തിയത് ഒരു സുഹൃത്താണ്. തേക്കിൻകാട് മൈതാനിയിൽ നടന്ന കൊലപാതക കേസിന് പിന്നാലെയാണ് പുതുവത്സര ദിനത്തിൽ നാടിനെ നടുക്കിയ മറ്റൊരു വാർത്ത കേട്ടത്. കേസിൽ പിടിയിലായ 14-കാരൻ ലഹരിക്ക് അടിമയെന്നാണ് വിവരം. ലഹരിയിൽ അഴിഞ്ഞാടുന്ന കൗമാരക്കാരും യുവാക്കളും നാട്ടിൽ ഭീതി വിതയ്ക്കുകയാണ്. ന്യൂജൻ സിനിമകളാണോ കുട്ടികളെ കുറ്റവാളികളാക്കുന്നത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. പുതുവത്സര രാത്രിയിൽ നാടും നഗരവും ആഘോഷലഹരിയിൽ ആറാടുന്നു. തൃശ്ശൂർ തേക്കിൻകാട് മൈതാനവും 2025 വരവേൽക്കാൻ ഒരുങ്ങുകയായിരുന്നു. അതിനിടെയാണ് ഒരു നിലവിളി ശബ്ദം കേട്ടത്. എല്ലാവരും ഓടിക്കൂടിയപ്പോൾ ചോരയിൽ കുളിച്ച് കുത്തേറ്റ നിലയിൽ യുവാവിനെ കണ്ടെത്തുന്നു. ചെറിയ വാക്ക് തർക്കത്തിനിടെ തൃശ്ശൂർ സ്വദേശി ലിവിനെ ഒരു 14-കാരനാണ് കത്തിയെടുത്ത് കുത്തി കൊലപ്പെടുത്തിയത്. കേസിൽ 2 കൗമാരക്കാർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഇവർ ലഹരിക്കടിമകളെന്നാണ് വിവരം. കുട്ടികൾ പരസ്യമായി കഞ്ചാവ് ഉപയോഗിച്ചത് കൊല്ലപ്പെട്ട ലിവിൻ ചോദ്യം ചെയ്തതാണ് പ്രകോപന കാരണം. 14 വയസ്സുള്ള മുഖ്യപ്രതി സഹപാഠിയെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് സ്കൂളിൽ നിന്നും നേരത്തെ പുറത്തായതാണ്. പുതുവത്സര രാത്രിയിൽ തൃശൂർ നഗരത്തെ ഒന്നാകെ നടുക്കിയ സംഭവമായിരുന്നു തേക്കിൻകാട് മൈതാനത്ത് നടന്നത്. 14ഉം 16ഉം വയസ്സുള്ള വിദ്യാർത്ഥികൾ ചേർന്നാണ് 30 വയസ്സുകാരനായ ലിവിൻ ഡേവിസിനെ കുത്തിക്കൊന്നത്. പരസ്യമായി കഞ്ചാവ് വലിച്ചിരുന്ന വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്തതാണ് ലിനുവും സുഹൃത്തും. വാക്കുതർക്കത്തിനൊടുവിൽ കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് 14-കാരനായ മുഖ്യപ്രതി ലിവിനെ കുത്തി. നെഞ്ചിൽ ആഴത്തിൽ മുറിവേറ്റ ലിവിൻ ആശുപത്രിയിലാണ് മരിച്ചത്. 2 പെൺകുട്ടികൾ അതിലിങ്ങനെ വാസ് ചെയ്തു. ഒരു 18 വയസ്സുള്ള കുട്ടികൾ ഇങ്ങനെ വാസ് ചെയ്തു. അപ്പോൾ ഇച്ചിരി കഴിഞ്ഞപ്പോൾ അത് ഇരുട്ടായി. ആ കുട്ടികൾ വരേണ്ട സമയം കഴിഞ്ഞു പോയി. അപ്പോൾ ഞങ്ങൾ പോയി അവിടെ നോക്കുമ്പോൾ വേറെ 2 ആൺകുട്ടികൾ അപ്പുറം ഇരിപ്പുണ്ട്. ആ പെൺകുട്ടികൾ അവിടെ ഇല്ല. അപ്പോൾ അവരോട് ചോദിച്ചാൽ എന്താ ഇവിടെ ഇരിക്കുന്നത്, ഇവിടെ ഇരിക്കാൻ പാടില്ല, ഇത് നല്ല സ്പോട്ടല്ല, ഇവിടെ സ്ക്വാഡുകാർ വരും, കാരണം അതുപോലെ ഇവിടെ ഭയങ്കര ഡേഞ്ചർ ഒരു ഏരിയ ആണ്, വെട്ടയില്ല, വെളിച്ചില്ല. അപ്പോൾ അവരോടത് പറയുമ്പോൾ അവരെന്തോ വേറെ ഹോസ്റ്റൽ അപ്പം പറഞ്ഞു ഇവിടെ നിൽക്കാൻ പാടില്ല, അപ്പോൾ എന്ന് പറഞ്ഞ് ഞങ്ങളവരെ പറഞ്ഞു. അതിലൊരു പയ്യൻ ബ്ലാക്ക് ഇട്ട് ഒരു ഇതുള്ള പയ്യൻ തിരിഞ്ഞിട്ട് നീ അത്രയ്ക്കായുടെ അല്ലെങ്കിൽ എന്തോ അതുപോലെ ഒരു വാക്ക് ചോദിച്ചിട്ട് ഇതിങ്ങനെ എന്നിട്ട് ഓടി. അപ്പം ഞാൻ വിളിച്ചു ഡാ എന്ന് പറഞ്ഞ് വിളിച്ച് ഞാൻ പുറകെ ചെല്ലുമ്പോൾ മാടാ നിനക്കും തരാടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആളെന്നോട് പറഞ്ഞു എടാ എന്നെ കുത്തിയിടാന്ന് പറഞ്ഞു. ഞാൻ ആളെ പിടിക്കാൻ പോകുന്ന സമയത്ത് ഇമ്മ 2 പേരും ഓടി. ചോദ്യം ചെയ്യലിൽ വിദ്യാർത്ഥികളുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു. ലിവിനാണ് കത്തി വീശിയതെന്നും ഈ കത്തി വാങ്ങി തിരിച്ചു കുത്തുകയായിരുന്നു എന്നുമാണ് പിടിയിലായവർ ആദ്യം പോലീസിനോട് പറഞ്ഞത്. എന്നാൽ കത്തി 14-കാരന്റേത് തന്നെയെന്ന് അന്വേഷണത്തിൽ സ്ഥിരീകരിച്ചു. തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് മുഖ്യപ്രതിക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് വ്യക്തമായത്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സഹപാഠിയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയതിന് സ്കൂളിൽ നിന്നും പുറത്താക്കിയിരുന്നു. ലഹരി ഉപയോഗം, വിൽപ്പന തുടങ്ങിയ ആരോപണങ്ങളും പ്രതിക്കെതിരെയുണ്ട്. വിദ്യാർത്ഥികളെ ജുവനൈൽ ഹോമിലേക്ക് മാറ്റി. നഗരമധ്യത്തിൽ നടന്ന അരുംകൊലയുടെ ഞെട്ടലിലാണ് നാട്ടുകാർ. കുട്ടികളിലെ ലഹരി ഉപയോഗവും അക്രമവാസനയും ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണെന്നും പോലീസ് അടക്കം ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ടെന്നും മനഃശാസ്ത്രജ്ഞർ പറയുന്നു. ഉത്തരവാദിത്തപ്പെട്ട തലങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് ഫോർമേഷൻ കിട്ടുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ അവരുടെ കുടുംബ പശ്ചാത്തലങ്ങളിൽ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെങ്കിൽ പോലും അവരുടെ ജീവിതത്തെ സന്തോഷകരമായ രീതിയിൽ നന്മയിലേക്കും വിജയത്തിലേക്കും കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലേക്ക് തുടർ പരിശീലനങ്ങളിലേക്കാണ് ഇപ്പൊ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളൊക്കെ ഫണ്ട് ഇറക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഈ സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്നതിന്റെ കൂടെ തന്നെ ബിഹേവിയറൽ ട്രെയിനിങ്ങും ആവശ്യമാണെന്ന് സൂചിപ്പിക്കുന്നു. പ്രായപൂർത്തിയാകാത്ത പ്രതികൾക്ക് കഞ്ചാവ് ലഭിച്ചത് എവിടെ നിന്നാണ് എന്നതടക്കം പോലീസ് അന്വേഷിക്കും.
പുസ്തകവും പേനയുമായി നടക്കേണ്ട നമ്മുടെ കുട്ടികൾ ലഹരിക്കടിമപ്പെട്ട് കയ്യിൽ കത്തിയുമായി നടക്കുന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് സമൂഹം എത്തി നിൽക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി മാഫിയ പിടിമുറുക്കുന്നതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഭരണ സംവിധാനങ്ങൾക്കോ പൊതുസമൂഹത്തിനോ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 തൃശൂർ. ഹാപ്പി ന്യൂ ഇയർ. ഈ ഒരു ആശംസ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ടല്ലേ. പുതുവത്സരത്തിൻ്റെ തലേന്ന് മുതലേ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമെല്ലാം നമ്മൾ പുതുവത്സര ആശംസ പറയാറുണ്ട്. തൃശ്ശൂരിൽ ഒരു യുവാവിന് നേരെ ആക്രമണമുണ്ടായത് ന്യൂ ഇയർ ആശംസ പറഞ്ഞില്ലെന്ന നിസ്സാര കാരണത്താലാണ്. കാപ്പ കേസ് പ്രതിയും തൃശ്ശൂർ സ്വദേശിയുമായ ഷാഫിയാണ് സുഹൃത്തിനെ കുത്തിവീഴ്ത്തിയത്. ഷുഹൈബ് എന്ന യുവാവിനെ 24 തവണയാണ് പ്രതി കുത്തിയത്. ഗുരുതര പരിക്കേറ്റ ഷുഹൈബ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ രാത്രി തൃശൂർ മുള്ളൂർക്കരയിലായിരുന്നു ഞെട്ടിപ്പിക്കുന്ന സംഭവം. ആക്രമണത്തിനിരയായ ഷുഹൈബും 4 സുഹൃത്തുക്കളും ചെറുതുരുത്തിയിൽ നിന്ന് ഗാനമേള കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ മുള്ളൂർക്കരയിലെ ഒരു ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയായിരുന്നു. ആ സമയം അതുവഴി ബൈക്കിൽ വന്ന ഷാഫിയും സുഹൃത്തുക്കളും ബസ് സ്റ്റോപ്പിലെത്തുകയും ഇവരോട് ഹാപ്പി ന്യൂ ഇയർ പറയുകയും ചെയ്തു. എന്നാൽ ഷുഹൈബും സുഹൃത്തുക്കളും തിരികെ ആശംസ പറഞ്ഞില്ല. തുടർന്നുണ്ടായ തർക്കത്തിലാണ് ഷുഹൈബിന് കുത്തേറ്റതെന്നാണ് നിഗമനം. നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഷുഹൈബിന്റെ നില ഗുരുതരമാണ്. പ്രതി ഷാഫി 24 തവണ ഷുഹൈബിനെ കത്തികൊണ്ട് കുത്തിയെന്നാണ് പോലീസ് പറയുന്നത്. ആക്രമണം നടത്തിയ ഷാഫി ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. നേരത്തെ ഇയാളെ കാപ്പ ചുമത്തി ജയിലിൽ അടച്ചിരുന്നു. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഷാഫിക്കൊപ്പം ഉണ്ടായിരുന്നവരും ക്രിമിനൽ സംഘമെന്നാണ് പോലീസ് പറയുന്നത്. തൃശൂരിൽ പുതുവത്സരാഘോഷത്തിനിടെ യുവാവിനെ കുത്തിക്കൊന്ന സംഭവത്തിന്റെ ഞെട്ടൽ മാറുന്നതിന് മുൻപാണ് വീണ്ടും കത്തിക്കുത്തുണ്ടായത്. ന്യൂസ് 18 തൃശൂർ. ലഹരിയിൽ അഴിഞ്ഞാടുന്ന യുവാക്കൾ നാട്ടിലും സ്വന്തം വീട്ടിലും ഭീതി വിതയ്ക്കുകയാണ്. ലഹരിക്ക് വേണ്ടി മാതാപിതാക്കളെ പോലും കൊല്ലാൻ മടിക്കാത്തവർ. തിരുവനന്തപുരം നേമത്ത് ലഹരി ഉപയോഗത്തിന് പണം നൽകാത്തതിനാണ് കൗമാരക്കാരൻ അമ്മയെ വെട്ടി പരിക്കേൽപ്പിച്ചത്. കാരക്ക മണ്ഡപം സ്വദേശി മുസമിൽ അമ്മ സാജിദയെ കറിക്കത്തുകൊണ്ട് വെട്ടുകയായിരുന്നു. കേസിൽ പ്രതി മുസമിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 40-കാരിയായ സാജിദയെ കറിക്കത്തിക്കൊണ്ടാണ് മകൻ മുസമ്മിൽ വെട്ടി പരിക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. ഗുരുതരമായി പരിക്കേറ്റ സാജിദ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവ സമയത്ത് വീട്ടിൽ മറ്റാരുമില്ലായിരുന്നു. ലഹരിക്കടിമയായ മുസമ്മിലിനെ നേമം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആക്രമണത്തിൽ സാജിദയുടെ തലയ്ക്കും മുഖത്തും ഇടത് കൈക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവരുടെ നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് നേമം പോലീസ് എത്തി മുസമ്മിലിനെ കസ്റ്റഡിയിലെടുത്തത്. ലഹരി ഉപയോഗത്തിന് പണം നൽകാത്തതിനാലാണ് പ്രതി മാതാവിനെ ആക്രമിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ന്യൂസ് 18 നെയ്യാറ്റിൻകര. പുതുവത്സര ദിനത്തിൽ കേരളത്തിൽ മാത്രമല്ല ഉത്തർപ്രദേശിൽ നിന്നും ചില നടുക്കുന്ന വാർത്തകൾ കേട്ടു. ലക്നൌവിലെ ഹോട്ടലിൽ അമ്മയെയും 4 സഹോദരിമാരെയും കൊലപ്പെടുത്തിയത് ഒരു യുവാവാണ്. സംഭവത്തിൽ ആഗ്ര സ്വദേശി അർഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതകത്തിന് ശേഷം ഇയാൾ വീഡിയോ ചിത്രീകരിച്ചിരുന്നു. അയൽവാസികളും ഭൂമാഫിയയും വീട് കൈവശപ്പെടുത്തിയെന്നും സഹോദരിമാരെ
ലൈംഗിക വൃത്തിക്കായി വിൽക്കാതിരിക്കാനാണ് താൻ കൊലപാതകം ചെയ്തതെന്നുമാണ് പ്രതി അർഷാദ് വീഡിയോയിൽ പറയുന്നത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുള്ള കൊലപാതകമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അർഷാദിന്റെ അമ്മ അസ്മ, സഹോദരിമാരായ ആലിയ, അൽഷിയ, അക്സ, റഹ്മീൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ലക്നൌവിലെ നഗ പ്രദേശത്തെ ഹോട്ടൽ ശരൺജിത്തിലാണ് സംഭവം നടന്നത്. 24-കാരനായ അർഷാദ് കൊലയ്ക്ക് ശേഷം വീഡിയോ ചിത്രീകരിച്ചു. ബുദൌനിലെ വീട് അയൽവാസികളും ഭൂമാഫിയയും കൈവശപ്പെടുത്തിയെന്നും സഹോദരിമാരെ ലൈംഗിക വൃത്തിക്കായി കൊണ്ടുപോകുന്നതിനെ പദ്ധതിയിട്ടിട്ടുള്ളതായും വീഡിയോയിൽ പറയുന്നു. കൊലപാതകത്തിന് പിതാവ് സഹായിച്ചുവെന്നും അർഷാദ് വീഡിയോയിൽ പറയുന്നുണ്ട്. അയൽവാസികളുടെ ക്രൂരത കാരണമാണ് കുടുംബം ഈ അവസ്ഥയിലെത്തിയത്. തെരുവിൽ തണുത്തുവിറച്ച് ഉറങ്ങാൻ തുടങ്ങിയിട്ട് 15 ദിവസമായി. ഇനിയും ഇത് തുടരാനാവില്ല. മരണത്തിന് കാരണക്കാരായ നിരവധി ആളുകളുടെ പേരും അർഷാദ് വീഡിയോയിൽ പറയുന്നുണ്ട്. തന്നെയും അച്ഛനെയും കള്ളക്കേസിൽ കുടുക്കി സഹോദരിമാരെ ഹൈദരാബാദിൽ വിൽക്കാനാണ് മാഫിയ ശ്രമിക്കുന്നതെന്നും അർഷാദ് ആരോപിച്ചു. मेरा नाम मोहम्मद अरशद है। आज बस्ती वालों की वजह से उनसे थक हार कर आज मजबूरी में हमने सबने पूरी फैमिली ने कदम उठाया है। आज अपने हाथ से अपनी बहनों को और अपने आप को मारा है मैंने। जब पुलिस को एक वीडियो मिले तो आप एक बात जानिए, इस सब चीज़ों की जिम्मेदारी बस्ती वाले हैं। उन्होंने हमारे घर छीनने के चक्कर में न जाने कितने हम लोग जुल्म कर हमने आवाज़ उठाई, लेकिन हमारी किसी ने न सुनी आज तक। इसलिए मजबूरन आज हमें 10-15 दिन हो गए फुटपाथ पर सो रहे हैं, ठंड में भटक रहे हैं। हम बच्चों को ये नहीं चाहते बच्चे ठंड में भटके। हमारा घर उन्होंने छीन लिया है। ഇയാൾ പറയുന്നതിന്റെ ആധികാരികത പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. അർഷാദ് ആഗ്ര സ്വദേശിയാണെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായതായി പോലീസ് പറഞ്ഞു. കുടുംബ പ്രശ്നമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചതായും പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പോക്സോ കേസിൽ ശിക്ഷ ഉറപ്പായതോടെ ആത്മഹത്യാ നാടകം. കടലിൽ ചാടി ജീവനൊടുക്കിയ പ്രതി ഒടുവിൽ 2 മാസത്തിനു ശേഷം പിടിയിൽ. മലപ്പുറം കാളികാവിലാണ് പോക്സോ കേസ് വിചാരണയിൽ നിന്നും രക്ഷപ്പെടാൻ യുവാവ് സുകുമാരക്കുറുപ്പ് മോഡൽ തന്ത്രം പയറ്റിയത്. മാളിയേക്കൽ സ്വദേശി നാഫിയെ കാളികാവ് പോലീസ് സമർത്ഥമായ അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു. ആത്മഹത്യാക്കുറിപ്പ് എഴുതിവെച്ച് മുങ്ങിയ ഇയാളെ ആലപ്പുഴയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. 2 മാസം മുൻപാണ് മുഹമ്മദ് നാഫിയെ കാണാതായത്. നാഫിയുടെ മാതാവിന്റെ പരാതി പ്രകാരം കാളികാവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. എറണാകുളത്ത് ജോലി ചെയ്യുന്ന ബ്യൂട്ടി സലൂണിലേക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയ നാഫി കോഴിക്കോട് ബേപ്പൂർ കടപ്പുറത്തെത്തി ആത്മഹത്യാക്കുറിപ്പ് എഴുതിവെച്ചു. തന്റെ വസ്ത്രങ്ങളടങ്ങിയ ബാഗ് ഉപേക്ഷിച്ച് കടലിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്ന് ഇയാൾ വരുത്തി തീർക്കുകയായിരുന്നു. 2021 മുഹമ്മദ് നാഫി പ്രതിയായ പോക്സോ കേസിന്റെ വിചാരണ പെരിന്തൽമണ്ണ പോക്സോ കോടതിയിൽ അന്തിമഘട്ടത്തിലാണ്. കേസിൽ ശിക്ഷ ഉറപ്പായ നാഫി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ആത്മഹത്യാ നാടകം കളിച്ചത്. കടപ്പുറത്ത് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് കാളികാവ് പോലീസ് ബേപ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കടൽക്കരയിലും സമീപ പ്രദേശങ്ങളിലെ തീരദേശ പോലീസ് സ്റ്റേഷനുകളിലും നേരിട്ട് പോയി അന്വേഷണം നടത്തി. കേരളത്തിലെ എല്ലാ തീരദേശ പോലീസ് സ്റ്റേഷനുകളിലേക്കും വയർലെസ് സന്ദേശം കൈമാറി. കടലിൽ കണ്ടെത്തിയ 8ഓളം അജ്ഞാത മൃതദേഹങ്ങളും പരിശോധിച്ചു. എന്നാൽ കാണാതായ ആളെക്കുറിച്ച് ഒരു തുമ്പും കിട്ടിയില്ല. എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ ചിലരിൽ നിന്നാണ് ഇയാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന സൂചന ലഭിച്ചത്. തുടർന്നുള്ള അന്വേഷണത്തിൽ ഇവരിൽ പലരുമായും യുവാവ് ബന്ധം പുലർത്തുന്നതായും കണ്ടെത്തി. ഫോൺ വിളികളും SMS-കളും ചെയ്തിരുന്ന ഒരു ഫോൺ കണ്ടെത്തിയ പോലീസ് ഇതിലേക്ക് വന്ന ഒരു സന്ദേശം സംബന്ധിച്ച് നടത്തിയ അന്വേഷണമാണ് വഴിത്തിരിവായത്. ഇത് എറണാകുളത്തുള്ള ഒരു പെൺ സുഹൃത്തിനാണ് അയച്ചതെന്ന് കണ്ടെത്തി. മറ്റൊരാളുടെ വിലാസത്തിലെടുത്ത ഫോൺ നമ്പറാണ് പ്രതി ഉപയോഗിച്ചിരുന്നത്. 2021 ഒരു പോക്സോ കേസിൽ പ്രതിയാണ് ഇദ്ദേഹം. അപ്പൊ ഇയാള് ഇതിന്റെ വിചാരണ നടപടികൾ ഇപ്പം പെരിന്തൽമണ്ണ പോക്സോ കോടതിയിൽ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ വിചാരണ നടപടിയിൽ ശിക്ഷ കിട്ടും എന്ന് ഉറപ്പായ മുഹമ്മദ് നാഫി ഈ ശിക്ഷയിൽ നിന്ന് താൽക്കാലികമായി രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒരു ആത്മഹത്യാ നാടകം ഒരുക്കുമായിരുന്നു എന്ന് ഞങ്ങൾക്ക് ഇതിൽ നിന്നും ബോധ്യപ്പെട്ടു. പിന്നീട് ഇദ്ദേഹത്തിന്റെ വീട്ടുകാരുമായോ അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായ യാതൊരു ബന്ധവും ഇയാള് പുലർത്തിയില്ല. ഫോണിലൂടെ യാതൊരു ബന്ധവും പുലർത്തിണ്ടായിരുന്നില്ല. പിന്നീട് ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്ന ഒരു SMS-ഉം അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഫോൺ കോളും ആലപ്പുഴ ഭാഗത്തുനിന്ന് വന്ന ഫോൺ കോളുമാണ് ഞങ്ങൾക്ക് ഈ അന്വേഷണത്തിൽ തുമ്പുണ്ടാക്കാൻ സാധിച്ചത്.
അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ടിയാന് ആലപ്പുഴ ഭാഗത്ത് ഒരു ബ്യൂട്ടി സലൂണിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുന്ന് പോലീസ് പാർട്ടി പോയി അയാളെ കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. നാഫിയെ കാണാതായതിനെ തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി ജി ബാലചന്ദ്രന്റെ മേൽനോട്ടത്തിൽ കാളികാവ് ഇൻസ്പെക്ടർ വി അനീഷ് നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷണം നടത്തിയത്. അന്വേഷണ സംഘത്തിൽ സബ് ഇൻസ്പെക്ടർ ശശിധരൻ വിളയിൽ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പി അബ്ദുൽ സലീം, വ്യതീഷ്, വി റിയാസ് ചീനി, അരുൺ കുറ്റിപ്പുറത്ത് എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് 18 മലപ്പുറം. കൈവശം കോടികളുടെ സമ്പാദ്യമുണ്ട്, എന്നാലും കൂടുതൽ പണമുണ്ടാക്കണമെന്ന ചിന്തയാണ് പല മലയാളികൾക്കും. എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള മോഹങ്ങൾ നമ്മളെ ചതിക്കുഴിയിൽ വീഴ്ത്തും. വിദേശ മലയാളിക്ക് ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പിൽ 4.5 കോടി രൂപ നഷ്ടപ്പെട്ട സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ദുബായിൽ വെച്ച് പരിചയപ്പെട്ട ഉത്തരേന്ത്യൻ സംഘമാണ് പെരുമ്പാവൂർ സ്വദേശിയായ മലയാളി യുവാവിനെ കബളിപ്പിച്ചത്. ഷെയർ ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചാൽ വൻ തുക ലാഭം കിട്ടുമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. ഓൺലൈൻ തട്ടിപ്പുകളിൽ കുടുങ്ങരുതെന്ന് സർക്കാരും പോലീസുമൊക്കെ പല രീതിയിൽ ബോധവൽക്കരണം നൽകുമ്പോഴാണ് ഇതുപോലുള്ള തട്ടിപ്പുകൾ വീണ്ടും തുടരുന്നത്. ദുബായിൽ വെച്ച് പരിചയപ്പെട്ടയാളാണ് ഷെയർ ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചാൽ വൻ തുക ലാഭം കിട്ടുമെന്ന് വാഗ്ദാനം ചെയ്ത് മലയാളി യുവാവിനെ സമീപിച്ചത്. തുടർന്ന് വാട്സാപ്പ്, ജിമെയിൽ തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെ പലതവണ ബന്ധപ്പെട്ടു. പിന്നീട് തട്ടിപ്പ് സംഘം പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു. ഉടൻ ചെറിയൊരു തുക നിക്ഷേപിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ അതിന് വൻ ലാഭം തിരിച്ചു നൽകി. ഇങ്ങനെ വിശ്വാസത്തിലെടുത്താണ് സംഘം തട്ടിപ്പിലേക്ക് കടന്നത്. ഓഗസ്റ്റ് 12 മുതൽ നവംബർ 11 വരെയും തട്ടിപ്പ് സംഘം പറഞ്ഞ വിവിധ അക്കൗണ്ടുകളിലേക്കായി പല തവണകളായി 4.5 കോടിയോളം രൂപ നിക്ഷേപിച്ചു. ഇതിൻ്റെയൊക്കെ ലാഭമെന്ന് പറഞ്ഞ് വൻ തുകകൾ അവർ യുവാവിന് വേണ്ടി തയ്യാറാക്കിയ പേജിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ തുക പിൻവലിക്കാൻ ശ്രമിച്ചു. അതിന് സാധിക്കാതെ വന്നപ്പോഴാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായത്. തുടർന്ന് ആലുവ റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഫ് സക്സേനയ്ക്ക് തട്ടിപ്പിനിരയായ വിദേശ മലയാളി പരാതി നൽകി. എസ്.പിയുടെ മേൽനോട്ടത്തിൽ റൂറൽ സൈബർ പോലീസ് ടീം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പണം നിക്ഷേപിച്ച അക്കൗണ്ടുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. സമീപകാലത്തായി ഓൺലൈൻ ഷെയർ ട്രേഡിംഗിന്റെ മറവിൽ നിരവധി പേർക്കാണ് പണം നഷ്ടപ്പെട്ടിട്ടുള്ളത്. തട്ടിപ്പ് സംഘത്തിന്റെ മോഹന വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് അമിത ലാഭം ഉണ്ടാക്കാമെന്നുള്ള പ്രതീക്ഷയിൽ ഒന്നും ആലോചിക്കാതെ പണം നിക്ഷേപിക്കുന്നവരാണ് തട്ടിപ്പിന് ഇരകളാകുന്നത്. വിശ്വാസം പിടിച്ചുപറ്റാൻ ആദ്യം നിക്ഷേപിക്കുന്ന ചെറിയ തുകകൾക്ക് ലാഭമെന്ന പേരിൽ പണം തിരികെ നൽകും. ഇതിനോടനുബന്ധിച്ചുള്ള മറ്റൊരു തട്ടിപ്പാണ് ബാങ്ക് അക്കൗണ്ട് വാങ്ങൽ. യുവാക്കളെ കൊണ്ട് അക്കൗണ്ട് എടുപ്പിച്ച് ഒരു നിശ്ചിത തുകയും പിന്നീട് അക്കൗണ്ടിൽ വരുന്ന തുകയ്ക്ക് കമ്മീഷനും അക്കൗണ്ടിന്റെ ഉടമസ്ഥന് നൽകും. അക്കൗണ്ടിന്റെ നിയന്ത്രണം മുഴുവൻ തട്ടിപ്പ് സംഘത്തിനായിരിക്കും. തട്ടിപ്പിനിരയാകുന്നവർ ഈ അക്കൗണ്ടുകളിലേക്കാണ് പണം നിക്ഷേപിക്കുന്നത്. ഇങ്ങനെ അക്കൗണ്ട് എടുത്തു നൽകിയ നിരവധി യുവാക്കളും കേസുകളിൽ കുടുങ്ങാറുണ്ട്. ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ആലുവ റൂറൽ എസ്.പി മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് 18 കൊച്ചി. പരമാവധി പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതാണ് ജീവനും സ്വത്തിനും നല്ലത്. ചില പൊതുപ്രവർത്തകർ നാട്ടിലെ പ്രശ്നങ്ങളിലും വാക്കുതർക്കത്തിലുമൊക്കെ ഇടപെടാറുണ്ട്. ഇടുക്കി മാങ്കുളത്ത് പഞ്ചായത്ത് അംഗത്തിന് കുത്തേറ്റത് വാക്കുതർക്കത്തിനിടെയാണ്. മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ ബിബിൻ ജോസഫിനാണ് കുത്തേറ്റത്. സാരമായി പരിക്കേറ്റ ബിബിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേസിലെ പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാണ്. മാങ്കുളം ടൗണിൽ വെച്ചാണ് ഗ്രാമപഞ്ചായത്ത് അംഗമായ കിഴക്കേൽ ബിബിൻ ജോസഫിന് കുത്തേറ്റത്. ചൊവ്വാഴ്ച രാത്രിയിലാണ് സംഭവം. പരിക്കേറ്റ ബിബിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ മാങ്കുളം സ്വദേശികളായ 2 പേർ ഉൾപ്പെട്ടിട്ടുള്ളതായാണ് മൂന്നാർ പോലീസ് നൽകുന്ന വിവരം. പ്രതികളുമായി ഉണ്ടായ വാക്ക് തർക്കത്തിനിടയിൽ അപ്രതീക്ഷിതമായി ബിബിന് കുത്തേൽക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു.
പ്രതിയെന്ന് കരുതുന്ന മാങ്കുളം പാമ്പുംകയം സ്വദേശി ജോളിക്കും സുഹൃത്തിനും വേണ്ടി പോലീസ് തെരച്ചിൽ ആരംഭിച്ചു. ന്യൂസ് 18 ഇടുക്കി. ഒരു 9 വയസ്സുകാരിയായ മകൾ കഴിഞ്ഞ 7 വർഷമായി സ്വന്തം അമ്മയെ കാണാൻ കാത്തിരിക്കുന്നുണ്ട്. ഫോട്ടോയിൽ മാത്രം അമ്മയെ കണ്ട് ഓർമ്മയുള്ളൂ ആ കുരുന്നിന്. അവളുടെ അമ്മ യമനിലെ ജയിലിലാണെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടെന്ന കാര്യം അവൾക്കറിയില്ല. ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി കുടുംബം എല്ലാ നിയമപരമായ ശ്രമങ്ങളും നടത്തിവരികയാണ്. ഇന്ത്യ യമൻ സർക്കാരുകളുടെ സഹായത്താൽ നടപടി ഉണ്ടാകുമെന്നാണ് ഭർത്താവ് ടോമിയും കുടുംബാംഗങ്ങളും ഉറച്ചു വിശ്വസിക്കുന്നത്. നിമിഷപ്രിയ മോചിതയായി മടങ്ങിവരുമെന്ന പ്രതീക്ഷയിലാണ് ഭർത്താവ് ടോമി തോമസ്. തൻ്റെ മോൾക്ക് അമ്മയെ നേരിൽ കണ്ട ഓർമ്മയില്ല. ഫോട്ടോകൾ കാണിച്ചു കൊടുക്കും. വീഡിയോ കോളിൽ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മകൾ അമ്മയുടെ സ്നേഹവും വാത്സല്യവും ആഗ്രഹിക്കുന്നു. നിമിഷപ്രിയ ഇന്ത്യയിലേക്ക് ഉടൻ തന്നെ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് മകൾ. സംഭവം നടന്നതോടെ താനും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായെന്നും ടോമി തോമസ് ന്യൂസ് 18 പറഞ്ഞു. ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സ്റ്റേജിലുള്ള അവസ്ഥയാണ് ഇപ്പം. അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടായി എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി എല്ലാവരെയും സഹകരണവും പ്രതീക്ഷിക്കുന്നു. എല്ലാവരും അതിനെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓൾറെഡി എല്ലാവരും മീറ്റിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു അവസ്ഥയിൽ 2-3 ദിവസം മുമ്പുള്ള ആ വാർത്ത അത് ദുഃഖിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായി പോയി. നല്ലൊരു പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു ഇത് വന്നിരിക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ 1 മാസത്തിനുള്ളിലുള്ള കാര്യങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നല്ല ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാവരും ഇന്ന് പിന്വരുന്നൊന്നുമില്ല. എല്ലാവരും രാജ്യത്തും പല രാജ്യത്തുള്ളവരും ഇതിനകത്ത് ഉത്തരവാദപ്പെട്ടവരും കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തുനിന്നും സംസ്ഥാന ഗവൺമെന്റ് ഭാഗത്തുനിന്നും അങ്ങനെ ഒരുപാട് ഉന്നതരായ ആൾക്കാരുടെ ഇടപെടൽ അതിശക്തമായിട്ട് തന്നെ എത്രയും പെട്ടെന്ന് ഉണ്ടാകുക. 2 വയസ്സിലാണ് മകൾ നിമിഷപ്രിയയെ പിരിയുന്നത്. ഇപ്പോൾ 10 വർഷങ്ങൾ പിന്നിട്ടു. 2017 കേസിനാസ്പദമായ സംഭവം. യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയാണ് കൊല്ലപ്പെട്ടത്. കേസിൽ വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു. പിന്നീട് യമൻ സുപ്രീം കോടതി അത് ശരിവെച്ചു. പ്രസിഡന്റ് റഷാദ് അൽ അലീമി ദയാഹർജി തള്ളിയതോടെ വധശിക്ഷ നടപ്പാകുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇനി തലാലിന്റെ കുടുംബം മാപ്പ് നൽകിയാൽ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകും. അതിനുള്ള ശ്രമങ്ങൾ കുടുംബം നടത്തുന്നുണ്ട്. ആക്ഷൻ കൗൺസിലും രംഗത്തുണ്ട്. ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ടെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. തലാലിന്റെ കുടുംബം ബ്ലഡ് മണി ആവശ്യപ്പെട്ടാൽ അത് നൽകി മോചനം സാധ്യമാക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. സൈന്യത്തിലുള്ള മക്കൾ അവധിക്ക് വരുന്നതും കാത്ത് മാതാപിതാക്കളും ഉറ്റവരും ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കാറുണ്ട്. കോഴിക്കോട് എലത്തൂർ സ്വദേശിയും സൈനികനുമായ വിഷ്ണുവിൻ്റെ കുടുംബവും അയാളുടെ വരവ് കാത്തിരിക്കുകയായിരുന്നു. ഡിസംബർ 17 നാട്ടിലേക്ക് യാത്ര പുറപ്പെട്ടുവെന്ന വിവരം ലഭിച്ചെങ്കിലും പിന്നീട് കേട്ടറിവുണ്ടായില്ല. വിഷ്ണുവിനെ ഫോണിൽ വിളിച്ചിട്ടും വിവരമില്ല. പോലീസിൽ പരാതി നൽകി കഴിഞ്ഞ 15 ദിവസം നീണ്ട കാത്തിരിപ്പ്. ഒടുവിൽ വിഷ്ണു നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. സാമ്പത്തിക പ്രയാസങ്ങൾ മൂലം നാട്ടിൽ നിന്നും താൽക്കാലികമായി വിട്ടുനിന്നുവെന്നാണ് വിഷ്ണുവിൻ്റെ പ്രതികരണം. ബംഗളൂരുവിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം സൈനികനെ കണ്ടെത്തിയത്. ഡിസംബർ 17 നാട്ടിലേക്കുള്ള യാത്രക്കിടെയാണ് വിഷ്ണുവിനെ കാണാതായത്. അവധിക്ക് നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് 16-ാം തീയതി അമ്മയെ ഫോണിൽ വിളിച്ചറിയിച്ചിരുന്നു. രാത്രിയായിട്ടും വീട്ടിലെത്താതിരിക്കുകയും ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കാതിരിക്കുകയും ചെയ്തതോടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. 11 ദിവസം നീണ്ട ഊർജിത അന്വേഷണത്തിനൊടുവിൽ ബംഗളൂരുവിൽ നിന്നാണ് അന്വേഷണ സംഘം വിഷ്ണുവിനെ കണ്ടെത്തിയത്. സാമ്പത്തിക പ്രയാസം മൂലം നാട്ടിൽ നിന്ന് മാറി നിന്നതാണെന്നും വിഷ്ണു. ചെറിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായപ്പോൾ മാറിക്കാൻ തീരുമാനിച്ചിരുന്നത്. ഇപ്പോൾ ബാംഗ്ലൂരും മുംബൈയിലായിട്ടായിരുന്നു. അല്ലല്ലോ, ഞാൻ അല്ലാതെ എങ്ങനെ ഒറ്റയ്ക്ക് ഇല്ല അറിഞ്ഞില്ല. സാറുമാരെ കൂടെ ഇപ്പോൾ വണ്ടിയിൽ വരുമ്പോൾ സാറുമാരെ പറഞ്ഞപ്പോഴാണ് ഇത്ര വലിയ ഫോണ് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. 15 ദിവസമായി നെഞ്ചിടിപ്പോടെ മകനെ കാത്തിരുന്ന വിഷ്ണുവിന്റെ മാതാപിതാക്കൾക്ക് പുതുവർഷ പുലരി സമാധാനത്തിനൊപ്പം സന്തോഷത്തിന്റേതും കൂടിയായിരുന്നു.
അച്ഛൻ മകൻ എന്നുള്ള ആ ഇതിലുപരി ഫ്രണ്ട്ഷിപ്പ് പോലെയാണ് ഇതുവരെ പോകുന്നത്. അപ്പോൾ എന്നിട്ട് പോലും എന്നോട് പറഞ്ഞില്ല, സാമ്പത്തികത്തിന്റെ പ്രശ്നം ഇതുവരെ പറഞ്ഞിട്ടുമില്ല, അവിടെയില്ല. അന്ന് കാണാതായതിനു ശേഷം പിന്നെ സ്വിച്ച് ഓഫ് ആണ്, പിന്നെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. പിന്നെ ഇന്നലെയാണ് ഇപ്പോൾ ഒന്ന് സംസാരിച്ചത്. ഇപ്പോൾ തീർച്ചയായും നല്ല ആശ്വാസം. കാണാതായ ശേഷം വിഷ്ണു ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കാത്തത് അന്വേഷണ സംഘത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ചു. മുംബൈ ഛത്രപതി ശിവജി ടെർമിനലിലെ ഉൾപ്പെടെ 1500ഓളം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ബംഗളൂരുവിലെ ATMൽ നിന്നും പണം പിൻവലിച്ചത് അന്വേഷണത്തിൽ നിർണായകമായി. 17-ാം തീയതി പൂനെയിൽ വെച്ച് മിസ്സായിട്ടുള്ള നമ്മുടെ സോൾജർ കൂടായിട്ടുള്ള വിഷ്ണു എന്നയാളെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ബാംഗ്ലൂർ വെച്ച് നമ്മുടെ അന്വേഷണ സംഘം SI മുഹമ്മദ് സിയാദ്, അതുൽ, വൈശാഖ് എന്നിവയുടെ നേതൃത്വത്തിൽ ബാംഗ്ലൂരിൽ വെച്ച് ഇന്നലെ കണ്ടെത്തിയിട്ടുള്ളതാണ്. ഉണ്ടായ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്നില്ല എന്നതാണ്. പൂനെ ആർമി സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യുന്ന വിഷ്ണു ബോക്സിംഗ് താരം കൂടിയാണ്. ന്യൂസ് 18 കോഴിക്കോട്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തൃശൂർ പാലയൂർ പള്ളിയിലെ ക്രിസ്മസ് ആഘോഷം തടഞ്ഞ സംഭവത്തിൽ SIക്ക് സ്ഥലമാറ്റം. ചാവക്കാട് SI വിജിത് K വിജയനെയാണ് പേരാമംഗലം സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റിയത്. പുതുവത്സരാഘോഷത്തിന് വിപണനത്തിനായി എത്തിച്ച 15 ഗ്രാം MDMAയുമായി 5 പേർ കരിപ്പൂർ വിമാനത്താവളത്തിന് സമീപം പിടിയിലായി. പിടിയിലായത് കോഴിക്കോട് സ്വദേശി ജാനീസ്, കൊണ്ടോട്ടി സ്വദേശി മുഹമ്മദ് ഷെരീഫ്, നെടിയിരിപ്പ് സ്വദേശി ഫാരിസ്, ഒളവട്ടൂർ സ്വദേശി മുഹമ്മദ് ഷാഫി, നെടിയിരിപ്പ് മണ്ണാരംകുന്ന് പ്രവീൺ എന്നിവർ. പുതുവത്സരാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി കൊപ്പം പോലീസ് നടത്തിയ പരിശോധനയിൽ 8 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പൊതുസ്ഥലത്ത് മദ്യപിച്ചവരും കഞ്ചാവ് വലിച്ചവരും പിടിയിലായവരിൽ പെടുന്നു. വിവാഹമോചന നടപടികൾ നടന്നുകൊണ്ടിരിക്കെ ഡൽഹിയിലെ പ്രശസ്ത കഫയുടെ ഉടമസ്ഥൻ വീട്ടിൽ മരിച്ച നിലയിൽ. പുനീത് ഖുറാനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സമീപകാലത്ത് പുറത്തിറങ്ങിയ ചില ന്യൂ ജനറേഷൻ സിനിമകൾ കൗമാരക്കാർക്കും യുവാക്കൾക്കും തെറ്റായ സന്ദേശം നൽകുന്നുണ്ട്. മദ്യപാനവും ലഹരി ഉപയോഗവും ഗുണ്ടായിസവും ഹീറോയിസം എന്ന് പറയുന്ന സിനിമകൾ പണിയും മുറയും ആവേശം സൃഷ്ടിച്ചപ്പോൾ അതിൽ രോമാഞ്ചം കൊണ്ട കൗമാരക്കാർ സിനിമകളെ അനുകരിക്കുകയാണ്. അസഭ്യവർഷവും അശ്ലീലവുമാണ് പുതിയ സിനിമകളുടെ ഭാഷ. ന്യൂ ജനറേഷനെ ആവേശം കൊള്ളിക്കാൻ ഇനിയും വാഴയും ചുരുളിയുമൊക്കെ ഇറങ്ങും. സിനിമാക്കാരുടെ മനസ്സിൽ കച്ചവട താല്പര്യങ്ങൾ മാത്രമാണ്. തൃശ്ശൂരിൽ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലെ കൗമാരക്കാരെയും ഇത്തരം സിനിമകൾ സ്വാധീനിച്ചിട്ടുണ്ടാകാം. നമ്മുടെ കുട്ടികൾ കൈവിട്ടു പോകാതിരിക്കാൻ, ഇതുപോലുള്ള അശ്ലീല സിനിമകൾ കാണിക്കാതിരിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കൂ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.